ഇന്നിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ മാർക്കറ്റ് പ്ലസിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാറേ, ഏതായാലും നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് പോകാം. US മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഇന്നലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് 0.38% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ ഇന്നലെ 0.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇറ്റ് ഈസ് വെരി നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ക്ലോസിംഗ് ടൈമിൽ നമുക്കൊരു നേരിയ റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 24,000 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ച ഒരു വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 47,600. നാസ്ഡാക്ക് ഇൻഡെക്സിലും ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് അധികം ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നില്ല. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ എ കംപ്ലീഷൻ ഓഫ് ദ കറക്ഷൻ. സാറിന് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ബ്രെൻഡ് WT ക്രൂഡൊക്കെ ഇന്ന് പോസിറ്റീവായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്കിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ഒരു ക്രൂഡിലേക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ടൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൈസിലൊരു ഹൈക്കാണ് നമുക്ക് ഈ ഒരു ക്രൂഡിൻ്റെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ വിഷ്ണു പറഞ്ഞ വളരെ ശരിയാണ്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല നേട്ടം ആ ക്രൂഡ് നൽകിയിരിക്കുന്നത്. ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 64ന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $67 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെടും. സാറിന് ഗോൾഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ചൊവ്വാഴ്ചയായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ഗോൾഡിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഒരു ഡെയിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആ ഒരു ഭാഗത്ത് നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ 0.31% ഒരു ഇടിവാണ് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? മുന്നോട്ടൊരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യതയാണോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്വർണത്തിന്റെ കേസിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസ് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ എസ്പെഷ്യലി നമ്മൾ ട്രേഡിംഗിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ $3,743 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വളരെ ഷോർട്ട് ടേം നമ്മളൊരു പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3,798ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ വീണ്ടും പ്രതീക്ഷിക്കാം. സാറിന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റി 50യുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഇന്നലെ നോക്കുമ്പോഴും 0.6% ഒരു ഇടിവായിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. 25,000 എന്നൊരു നില കൈവിട്ടുകൊണ്ട് 24,890 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുമ്പോഴും മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലും ഒപ്പം താങ്കളുടെ നിഫ്റ്റി 50യിലുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസ് നമുക്ക് ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും വലിയൊരു കറക്ഷൻ നടന്നിട്ട് പോലും ഇപ്പോഴും അണ്ടർടോൺ ഇൻ ദ മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് അടുത്ത 3 ട്രേഡിംഗ് സെഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഒരു 3 സെഷൻസിലൂടെ നിഫ്റ്റി 50 24,800ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ അവിടെ സപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി നിഫ്റ്റി 50യിൽ പ്രതീക്ഷിക്കാം. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ടുഡേസ് ട്രേഡിംഗ് നമുക്ക് കാര്യമായിട്ട് പുതിയ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സാർ, ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 0.26% ഇടിവായിരുന്നു കണ്ടത്. 54,976 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ട്രേഡിംഗ് അവസാനിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ അത്ര ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നേരിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടെക്നിക്കൽ ഒപ്പീനിയൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്.
നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 54,400 മുതൽ 54,800. ഈ റേഞ്ചിലെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഷാർപ്പ് അപ്വേർഡ് റിക്കവറി നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും പ്രതീക്ഷിക്കാം. സാറിന് ഒരു സെക്ടറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഫാർമ സൂചികയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ 0.92% ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഫാർമ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പല കൺട്രിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനൊക്കെ ഇപ്പോൾ ഒരു 100% പിഴച്ചുങ്കം ചുമത്തി എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ പല കമ്പനികളും വലിയ രീതിയിൽ ജനറിക് മെഡിസിനൊക്കെ ഇങ്ങോട്ട് US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടാണ് നമുക്ക് അറിയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കമ്പനികളെയൊക്കെ എങ്ങനെയായിരിക്കാം ഈ ഒരു വാർത്ത ബാധിക്കുന്നു? ഒപ്പം താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഫാർമ സൂചികയിൽ എന്തോ? കഴിഞ്ഞ ഒരു 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് വേസ് ടു ഒരു ബെയറിഷ് അണ്ടർടോൺ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒരു റിക്കവറി കണ്ടിട്ടുണ്ടെങ്കിലും അത് ഞാൻ വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആൻഡ് ശ്രദ്ധിച്ചിരിക്കണം എന്ന് നമ്മൾ നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ മേജറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 21,600 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും ഈ ഇൻഡെക്സ് ഫേസ് ചെയ്യും. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് നമ്മൾ സ്പെസിഫിക് സ്റ്റോക്സിലോട്ട് പോകുമ്പോഴേക്കും ഡോക്ടർ റെഡിയുടെ കേസിൽ നമ്മൾ 1,240 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ ഒരു സ്റ്റോക്ക് നേരിടും. സൺഫാർമയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1,600 രൂപയുടെ സപ്പോർട്ട്. ഗ്ലെഡ്മാർക്ക് ഫാർമയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1,960 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,880. ഈ 2 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷ് മാറും. സാറിന് നമുക്ക് ഒരു സെക്ടറിൻ്റെ വ്യൂ കൂടി അറിയണം. എസ്പെഷ്യലി നമുക്ക് റിയൽറ്റി സൂചികയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോഴും ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ 1% മുകളിലേക്ക് ഇടിവായിരുന്നു റിയൽറ്റി സൂചികകൾ കാണാൻ സാധിച്ചത്. റിയൽറ്റി സൂചികയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ എന്താണ്? റിയൽറ്റി ഇൻഡെക്സിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് റിയൽറ്റി ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു നല്ല കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. 860 പോയിന്റിൽ നമുക്ക് മേജർ സപ്പോർട്ട് ഫോം ആയിരിക്കുന്നത്. അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ഈ ഒരു ലെവലായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു പോസിറ്റീവ് ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെന്ന്. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി IT സെക്ടറിൽ നിന്നുള്ള TCSന്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.57% ഇടിവായിരുന്നു ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 2,957 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ട്രേഡിംഗ് കഴിഞ്ഞ ഒരു പാസ്റ്റ് കുറച്ച് ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ബെയറിഷ് രീതിയിലാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇതൊരു ഓഹരിയിലൊരു റിക്കവറിക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? വിഷ്ണു, ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? സാർ, എനിക്ക് ചോദിക്കാനുള്ള ഒരു ഓഹരി TCS ആണ്. 2.57% ഒരു ഇടിവാണ് നമുക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. താങ്കളുടെ ഈ ഒരു ഓഹരിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? TCSന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലെ TCS ഇതിന്റെ വളരെ മേജർ സപ്പോർട്ടായിട്ടുള്ള 3,000 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന ഇത്രയും വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കണം. അടുത്ത ഒരു ഓഹരി ടാറ്റയുടെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 2.73% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരിയുടെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 40% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഇന്നലെ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും സെല്ലിംഗ് പ്രഷർ ആ സ്റ്റോക്കിൽ നേരിട്ടിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 655 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്.
ഇനി ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള HDFC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ ഫ്ലാറ്റ് ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 949 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുള്ള ഒരു ഓൾ ടൈം ഹൈ കണ്ടത് ജൂലൈയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം നോക്കുമ്പോൾ നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. HDFC ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഈ സ്റ്റോക്കിന് 938 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ 938 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 975 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി NTPC ഗ്രീൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.6% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 101 എന്നൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസങ്ങളായി നമ്മൾ നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. NTPCയിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ എന്താണ്? NTPC ഗ്രീൻ്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ബട്ട് കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്തും ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 100 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 107 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഏഞ്ചൽ വണ്ണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.34% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 2194 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇതിൻ്റെ ഒരു ക്ലോസിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. ഏഞ്ചൽ വണ്ണിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ 2160 വളരെ മേജർ സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കരുത്. സാറിന് നമുക്ക് നാൽക്കോയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നെൽക്കോ ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നെൽക്കോ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു ഓഹരിയിൽ നമുക്ക് 3% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. 889 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. നെൽക്കോയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? Nelco is a small cap stock and ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ട്രെൻഡ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 923 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 838 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി NBCCയുടെ വ്യൂ ആണ് അറിയേണ്ടത്. NBCC നോക്കുമ്പോൾ 0.79% ഇടിവിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. 109 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്നൊരു 20% ഇടിവ് രേഖപ്പെടുന്ന ലെവലിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. NBCCയിൽ താങ്കളുടെ വ്യൂ എന്താണ്? NBCCയുടെ കേസിൽ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 105 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ടുഡേസ് മാർക്കറ്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണുന്നില്ല. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ശേഷം സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1484 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 0.6% ഇടിവായിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഇൻഫോസിസിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ എന്താണ്? ഇൻഫോസിസിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1565 കാണുന്നത്. അതിനുശേഷം 1625. 1625 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1420. സാറിന് നമുക്ക് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 20% ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്ക് ഈ ഒരു ഓഹരിയിൽ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. FMCGയിൽ നിന്നുള്ള ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്?
വിഷ്ണു പറഞ്ഞ വളരെ ശരിയാ. ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1555 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് JM ഫൈനാൻഷ്യൽ ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 3.43% ഇടിവാണ് ഈ ഒരു ഓഹരിയിലെ ട്രേഡിങ്ങിൽ. ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത് 165 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യതയോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഇത്രയും വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് അടുത്ത 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 148 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിനും ചെയ്യണം. ഇനി നമുക്ക് തെർമാക്സ് ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.54% ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. 3233 എന്നുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെർമാക്സിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? തെർമാക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3098 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 3550 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്ന കറന്റ് ലെവൽസ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സാർ, നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 1% നേട്ടം ഓഹരിയിൽ കണ്ടിരുന്നു. 4775 എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം ഇപ്പോൾ നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. HAL താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? HALന്റെ കേസിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 4500 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഷോർട്ട് ടേമിന് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4830 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 5000 രൂപയിൽ. 5000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് നമുക്ക് കല്യാണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 3.45% ഇടിവായിരുന്നു. 462 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ മാസം നമുക്ക് ഈ ഒരു ഓഹരിയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. ഈ മാസം നോക്കുമ്പോഴും ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്യാണിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി കല്യാണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 545 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സാറിന് നമുക്ക് BSEയുടെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഈ വർഷം വലിയ രീതിയിൽ ഒരു നേട്ടം നൽകിയ ഒരു ഓഹരിയായിരുന്നു BSE എന്ന് പറയുന്നത്. BSEയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്നലെ 1.5% ഇടിവായിരുന്നു. 2043 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ജൂണിലായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് ഈ ഒരു 3 മാസം പിന്നീട് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതൊരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യതയുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി BSEയുടെ കേസിൽ കഴിഞ്ഞ 4-5 ആഴ്ചയിൽ കണ്ടിരിക്കുന്ന ഇടിവിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 2100 മുതൽ 2300 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കരുത്. സാർ, നമുക്ക് അദാനി പവറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ അദാനി പവറിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് കഴിഞ്ഞൊരു 8 വീക്കുകളായി നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് എടുക്കാൻ അദാനി പവറിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സെബിയുടെ ആ ഒരു ക്ലീൻ ചീറ്റ് അദാനിക്ക് ലഭിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് വലിയ രീതിയിലൊരു വോളിയം ബിൽഡപ്പൊക്കെ നമുക്ക് ഈ ഒരു ഓഹരിയിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ അദാനി പവറിൽ എന്താണ്? അഡാനി പവറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്കെല്ലാം അറിയാം അഡാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്സിലൊക്കെ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ
സോ അഡാനി പവറിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് തന്നെ ആയിരിക്കണം. സോ ട്രേഡിംഗ് പർപ്പസിന് നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 155. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 170, അതിനുശേഷം 185. സാർ, ഇനി നമുക്ക് RVNL ഒരു വ്യൂ ആണ് അറിയേണ്ടത്. RVNL ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് RVNL ഒരു ട്രേഡിംഗ് നമുക്ക് കാണുന്നത് ഇന്നലത്തെ ഒരു SRA ഡാറ്റ ലഭ്യമായിട്ടുണ്ട്. RVNL ഇന്നലെ 0.32% ഇടിവിൽ 346 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. RVNL താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? RVNLന്റെ കേസിൽ ഈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ സാർ, താങ്കൾക്ക് കേൾക്കാമോ? ഏതായാലും നമുക്ക് മാർക്കറ്റിലെ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ മറ്റ് സെക്ടറൽ പെർഫോമൻസുകൾ കൂടിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമ്മൾ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ റിയൽറ്റി സൂചികയിലാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടത് 1.65% ഇടിവായിരുന്നു റിയൽറ്റി സൂചിക രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ റിയൽറ്റി സൂചികയിൽ ഏതൊക്കെ ഓഹരികളാണ് ഇന്നലത്തെ വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും റിയൽറ്റി സൂചിക നോക്കുമ്പോൾ നമുക്ക് കാണുന്നതിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇടിവ് കണ്ടത്. 2.61% ഇടിവാണ് ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ലോധ നോക്കുമ്പോൾ 2.58% ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രസ്റ്റീജ് 2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ DLF, ഫെനിക്സ് ലിമിറ്റഡ്, ഒബ്രോയ് റിയൽറ്റി തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലത്തെ റിയൽറ്റി സൂചികയിൽ ട്രേഡിംഗ് നടന്നത്. എന്നിരുന്നാൽ തന്നെയും ചില ഓഹരികളിൽ നമുക്കൊരു നേട്ടം റിയൽറ്റി ഓഹരികളിൽ കാണാൻ സാധിച്ചിരുന്നു. ആനന്ദ് രാജ് നോക്കുമ്പോൾ 0.58% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ബ്രിഗേഡ് 0.55% നേട്ടവും രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല സെക്ടറുകളും അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ ഇടിവ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു വ്യാപാരം നടന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇന്നലത്തെ ആ ഒരു നിഫ്റ്റി 50 ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ ടോപ്പ് ഗെയിനറായി ട്രേഡ് ചെയ്ത ഓഹരികളും ഒപ്പം ഏതൊക്കെ ഓഹരികളിലായിരുന്നു ഇന്നലെ വലിയ രീതിയിലുള്ള വോളിയം ട്രേഡിംഗ് നടന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇന്നലത്തെ ട്രേഡിംഗ് എടുക്കുമ്പോൾ ഇന്നലെ BLലായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചത്. 2% മുകളിലേക്ക് ഒരു നേട്ടമുണ്ടായിരുന്നു. 2.07% നേട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഹീറോ മോട്ടോഴ്സ് നോക്കുമ്പോൾ 1.51% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഹിൻഡൽകോ 0.8% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ONGC, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികളും ഇന്നലെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് നടത്തിയതായിട്ട് കാണുന്നത്. എന്നാൽ നിഫ്റ്റി 50യിൽ വലിയ രീതിയിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയത് ട്രെൻഡിൻ്റെ ഓഹരിയായിരുന്നു. 3.61% ഇടിവാണ് ട്രെൻഡിൻ്റെ ഓഹരി രേഖപ്പെടുത്തിയത്. പവർ ഗ്രിഡ് 3.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 2.64% ഇടിവിനുമാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ TCS, ഏഷ്യൻ പെയിൻറ്റ്, NTPC, ശ്രീരാം ഫൈനാൻസ്, സിപ്ല, ഡോക്ടർ റെഡ്ഡി, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ ഓഹരികളും നിഫ്റ്റി 50യിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇനി ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ഓഹരികളിലായിരുന്നു വോളിയം കൂടുതലുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ആക്റ്റീവ് വോളിയം ട്രേഡിംഗ് നടന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് HDFC ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, BL, ITC, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളിലാണ് ഇന്നലെ വലിയ രീതിയിൽ മോസ്റ്റ് ആക്റ്റീവ് വോളിയം ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഏതായാലും നമുക്ക് പ്രദീപ് സാറ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രദീപ് സാറിലോട്ട് വീണ്ടും പോകും. സാർ, കേൾക്കാമോ? വിഷ്ണു, കേൾക്കുന്നുണ്ട്. സാർ, നമുക്ക് ലാസ്റ്റായിട്ട് ഇനി ചോദിക്കാനുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് CDSL ആണ്. നമുക്ക് CDSLൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ വ്യാപാരത്തിൽ CDCL രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടിവായിരുന്നു. 1.27% ഇടിവിലാണ് ഇന്നലത്തെ CDCLൻ്റെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. CDSL 1494 എന്നൊരു പ്രൈസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ മാസം നോക്കുമ്പോൾ നേരിയൊരു ഇടിവായിരുന്നു. അതിന് മുൻപത്തെ മാസം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 17% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ CDSLൽ എന്താണ്? വിഷ്ണു, നമ്മൾ നേരത്തെ ഇന്ന് BSEയെ കുറിച്ച് സംസാരിച്ചിരുന്നു. BSEയിലെ സെയിം പാറ്റേൺ നമുക്ക് CDSLന്റെ കേസിലും കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1418 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഇപ്പോൾ മെൻഷൻ ചെയ്ത ഓഹരികളൊക്കെ സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ സഫാനും നിഖിലും ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.